ഏവർക്കും നമസ്തേ. പ്രിയമുള്ളവരെ, ഹെവൻലി സീക്രട്സ് മദർ മേരി ആൻഡ് ദ 7 ആർക്കേഞ്ചൽസ് അൺവെയിൽഡ് ബൈ തെരേസ എന്നുള്ള ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ ബുക്ക് എഴുതാനായിട്ടുണ്ടായിരുന്ന റീസൺ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി ഞാൻ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനമായിട്ടും പരിശുദ്ധ ദേവമാതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഡിസംബർ 13, 2023 മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ എലിതുവിനെ താമസിച്ച വീട്ടിൽ. അപ്പോൾ അന്ന് മാധവ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. 7 പ്രധാനപ്പെട്ട ആർക്കേഞ്ചൽസ് ആരൊക്കെയാണ് എന്നുള്ളത്. The existence of angels is a common belief in many religions. These celestial beings are believed to be messengers of God and serve as intermediaries between God and human beings. Among the angels, 7 hold a special place in the Christian faith known as archangels. Mother Mary mentions 7 main archangels, each with a specific role and duty assigned by God. She revealed about these 7 archangels when she visited me on 13 December 2023. There are 7 most significant archangels. അപ്പോൾ മാലാഖമാർ ദൈവദൂതന്മാരാണ്, നമ്മളെ ഗൈഡ് ചെയ്യേണ്ടവരാണ്, പ്രൊട്ടക്ഷൻ നൽകേണ്ടവരാണ്, സംരക്ഷണം നൽകേണ്ടവരാണ്, മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടവരാണ്. അപ്പോൾ മാലാഖമാർ ഒരുപാട് മാലാഖമാരുണ്ട്. അതോടൊപ്പം തന്നെ മാലാഖമാരുടെ ഗണത്തിൽ നിന്നും ഏറ്റവും ഉയർത്തപ്പെട്ട വളരെ വളരെ ശക്തമായ പദവി വഹിക്കുന്ന ദൂതന്മാരാണ് ആർക്കേഞ്ചൽസ്. ആർക്കേഞ്ചൽസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായ ശക്തമായ ദൗത്യം വഹിക്കുന്ന മാലാഖമാരാണ്. അപ്പോൾ 7 പ്രധാന ആർക്കേഞ്ചൽസ് ആണുള്ളത്. അല്ലാതെ 9, 15, 18, 19 ഒന്നും അല്ല, 7 പേരാണ്. 1 മിഖായേൽ, 2 ഗബ്രിയേൽ, 3 റഫയേൽ, 4 യൂറിയേൽ, 5 അസ്രയേൽ, 6 റാസിയേൽ ആൻഡ് 7 ജോഫിയേൽ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിനെ പറ്റി ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമത് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ജൂലൈ 2, 2024 On July 2, 2024, July 2nd, 2024, I conducted a life analysis tarot consultation via video call for a client from Australia. ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ട ഒരു സമയത്തിനെ പറ്റി. During our session, which lasted approximately 45 minutes, an extraordinary event occurred. Midway through the consultation, the client reported that she could no longer see my video feed. Instead, she was astonished to see an apparition of Mother Mary in place of my video. അപ്പോൾ എൻ്റെ വീഡിയോ 45-ാമത്തെ മിനിറ്റിൽ എൻ്റെ വീഡിയോ പോയിട്ട് അവിടെ മാതാവ് നിൽക്കുന്ന ആ ഒരു അത്ഭുതകരമായിട്ടുള്ള ദൃശ്യമാണ് ആ ക്ലയൻറ്റിനെ കാണാനായിട്ട് സാധിച്ചത്. അത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു ക്ലയൻറ്റ് ആയിരുന്നു. This was particularly striking as it was the second time Mother Mary had appeared in the same house during session. The client, understandably shaken by this unexpected vision, was unable to take a screenshot or photo due to her panic. അപ്പോൾ ഇത് കണ്ട ക്ലയൻറ്റ് പാനിക്കായി. നാച്ചുറലി ആരായാലും പാനിക്കാവും. കാര്യം ആ ഒരു സംഭവം നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരിക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുവാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുവാനോ ഒന്നും സാധിച്ചില്ല. The appearance of Mother Mary, especially during a session that was emotionally intense and challenging for her, suggests a profound spiritual message. അപ്പം ആ ഒരു ക്ലയൻറ്റിൻ്റെ കേസിൽ പുള്ളിക്കാരി എക്സ്ട്രീംലി പെയിൻഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണൽ ട്രാജഡി, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം കരയുകയായിരുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തും സെയിം ടൈം വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. നമുക്ക് വളരെ വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വാസമുള്ളൊരു വ്യക്തിയും കൂടെ ആയിരുന്നു. അപ്പം ആ ഒരു ലേഡീനെ സപ്പോർട്ട് ചെയ്യാനും ആ ലേഡീൻ്റെ കൂടെ കരയുണ്ട്, ഞാൻ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വലിയ വാലിഡേഷൻ നൽകുന്നതിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ആൻഡ് ഐ ബിലീവ് ദാറ്റ് മദർ മേരീസ് പ്രസൻറ്റ് വാസ് എ ഫോം ഓഫ് ഡിവൈൻ ഇൻ്റർവെൻഷൻ, ഓഫറിംഗ് പ്രൊട്ടക്ഷൻ ആൻഡ് റീഅഷ്വറൻസ് ടു ദ ക്ലയൻറ്റ് ഇൻ ഹെർ ടൈം ഓഫ് നീഡ്. അത്രയും മാനസികപരമായി തകർന്നിരിക്കുന്ന ആ ഒരവസ്ഥയിൽ കുഞ്ഞ് നീ കരയുണ്ട, വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടു കഴിയുമ്പോഴാണ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യാസം വരുന്നത്. This powerful encounter underscores the belief that spiritual support is ever present, guiding and comforting us during our most difficult times. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ സിൻസിയറാണ്, ആരെയും വേദനിപ്പിക്കാത്തതാണ്, കുശുമ്പും കുന്നായ്മത്തരവും
അസൂയയും ജലസും അല്ലെങ്കിൽ കുറ്റം പറച്ചിലൊന്നും ഇല്ലാത്ത വളരെ ശാന്തമായ, ആരെയും ജഡ്ജ് ചെയ്യാത്ത വളരെ ശാന്തമായ സിൻസിയർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ വിഫലമാകില്ല. നിങ്ങൾക്ക് വേണ്ട സമയത്ത് യഥാസമയത്ത് കറക്റ്റായിട്ട് ഡിവൈൻ ഇൻ്റർവെൻഷൻ ദൈവിക സന്നിധിയിൽ നിന്നും മാലാഖമാരും ദേവതകളുമൊക്കെയും നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഇടപെടുന്നതാണ്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം.